ഈ എൻക്വയറി നിന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ചുറ്റുപാട് നിന്നും എതിർപ്പായിരുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അന്വേഷണം എന്ന പേരും പറഞ്ഞ് ഗുണ്ടായിസം കാണിച്ച് ഡിപ്പാർട്ട്മെന്റിന് വെറുതെ ചീത്തപ്പേരുണ്ടാക്കരുത്. ഇങ്ങനെ ഒരു അഡ്വൈസ് പ്രതീക്ഷിച്ച് തന്നെയാണ് സാർ ഞാൻ വന്നത്. കൈക്കൂലി അഴിമതിയും നടത്തി വാദിയെയും പ്രതിയെയും ഒരുപോലെ സേവിക്കുന്ന വലിയ സ്റ്റാഫ് ഉള്ളിടത്തോളം കാലം ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നന്നാവില്ല സാർ. നീ ഇരിക്കെ. മറ്റുള്ളവർ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. നീ നിന്റെ ഡ്യൂട്ടി ജെന്യൂൻ ആയിട്ട് ചെയ്യുക. പിന്നൊരു കാര്യം കൂടി, സീനിയർ ഓഫീസേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കാതെ എല്ലാം നീ തീരുമാനിക്കുന്നത് പോലെയാകണമെന്ന് പറയുന്ന നിന്റെ ആ പഴയ രീതി ഉണ്ടല്ലോ, അത് ശരിയല്ല. ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസിപ്ലിനെ തന്നെ അത് ബാധിക്കും. സാർ, ഞാൻ പറയുന്നത്... നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നൗ ഡു വാട്ട് ഐ സേ. നിന്റെ ശുണ്ഠിയും ചൂരും ധാർഷ്ട്യവും ഒക്കെ ഒന്ന് മയപ്പെടുത്തി എല്ലാവരുമായി ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. ഞാൻ കോപ്പറേറ്റ് ചെയ്യാം സാർ. പക്ഷെ ഔട്ട് ഓഫ് ദ വേയിൽ എന്തെങ്കിലും കണ്ടാൽ എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റും? ആരുടെയും മുഖത്ത് നോക്കാതെ ഹോണസ്റ്റായി ഡ്യൂട്ടി ചെയ്യണമെന്നല്ലേ സാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായി ഈ കേസ് നിന്നെ തന്നെ ഏൽപ്പിച്ചത്. വെള്ളാമയെ പിടിക്കാൻ ഉള്ളാടൻ തന്നെ വേണമെന്ന് പഴമൊഴിയുണ്ടല്ലോ. പിന്നെ ഡിപ്പാർട്ട്മെന്റ് നിനക്കിട്ടൊരു ഓമന പേരുണ്ടല്ലോ, അടിയോടടി. അതൊന്നും മാറ്റിയെടുത്ത് അച്ഛന്റെ പേര് കളയാതെ അടിയോടിയിൽ തന്നെ നിന്നാൽ മതി. സാർ, അത് വെറുതെ അസൂയക്കാരൻ. എന്തായാലും എന്നെ അറിവിന്റെ അക്ഷരം പഠിപ്പിച്ച അടിയോടി സാറിന്റെ മകനായതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. എനിവേ, ഓൾ താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. കേസിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. താങ്ക് യു സാർ. ഇതാണ് ഞാൻ പറഞ്ഞ SI മാത്തുക്കുട്ടി. ഹി വിൽ അസിസ്റ്റ് യു. മാത്തുക്കുട്ടി ആനമുടിയും സറൗണ്ടിങ്സും നന്നായി അറിയാവുന്ന ആളാ. എന്റെ മദറിന്റെ നേറ്റീവ് പ്ലേസ് ആണ് സാറേ ആനമുടി. സാറ് കേട്ടിട്ടുണ്ടാവും മണവാളൻ ജോസഫ്. അതെ, സിനിമാ നടൻ മണവാളൻ ജോസഫ് അല്ല, അഡ്വക്കേറ്റ് മണവാളൻ ജോസഫ്. അദ്ദേഹത്തിന്റെ മകളാണ് എന്റെ മദർ. ആ മദറിന്റെ മകനാണ് ഞാൻ. മതി മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കേട്ടോ സാറേ, ആദ്യം നമുക്ക് ആനമുടിയിലേക്ക് പോകാം. അവിടെ അടിവാരത്തിന്റെ അമ്മയുടെ വീട്ടില് നേരത്തെ പറഞ്ഞില്ലേ മണവാളൻ ജോസഫിന്റെ മകള് നല്ല അസല് കുക്ക. അവിടെ വിളിച്ച് പറഞ്ഞാൽ നല്ല തേങ്ങ കൊത്തിയിട്ട് വരട്ടിയ മൊയിലിറച്ചി കിട്ടും. ഗ്രാൻഡ് മദറിന്റെ ഫേവറേറ്റ് ഫിഷാ, അല്ല ഡിഷാ. താൻ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. പിന്നെ ഈ കുമുകുമാന്ന് മണം വരുന്നത്? അപ്പൊ സാറിന് വന്നുവല്ലേ മണം? ഇതെന്റെ ബോഡി സ്മെല്ല. വേർത്ത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ സ്മെല്ല. ഓഹോ, താൻ എപ്പോഴും ഇങ്ങനെ വേർക്കാറുണ്ടോ? അങ്ങനെ എപ്പോഴും വേർക്കാറില്ല. സാറിനെ കണ്ടപ്പോ പെട്ടെന്ന് വേർത്ത് പോയതാ. സാറിനെ കണ്ട ആരാ വേർക്കാത്തത്? മതി മതി, തന്റെ സംസാരിച്ചൊരു ഓവറാ. അതെ അതെ, അതെല്ലാവരും പറയാറുണ്ട് സാർ. ഈ മരിച്ച ചാക്കോ മേസ്ത്രിയുടെ വീട് തനിക്കറിയാവോ? അറിയാം സാർ. നമുക്ക് അന്വേഷണം ആദ്യം അവിടുന്ന് തുടങ്ങാം. അവിടെ ചെന്നിട്ട് എന്താ സാറേ കാര്യം? അല്ല, എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ ഒരെണ്ണം പോലും ബാക്കിയില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ സാറേ വെറുതെ സമയം മെനക്കെടുത്തുന്നത്? പോണം, പോകാം സാർ. നമ്മളിപ്പോ അങ്ങോട്ടാണല്ലോ പോകുന്നത്. ഞങ്ങൾക്കറിയില്ല സാറേ അവരെന്നതിനെ കടുങ്കൈ ചെയ്തതെന്ന്. എത്ര നല്ല മനുഷ്യരായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? ചത്തുപോയാൽ ചത്തുപോയതിനെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവർ പറയുന്ന സ്ഥിരം പല്ലവി കേൾക്കാനല്ല ഞങ്ങളോട് വന്നത്. ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. മാത്തുക്കുട്ടി സാർ, ചാക്കോ മേസ്ത്രിയും കുടുംബം ആത്മഹത്യ ചെയ്താണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താടാ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കി കളിക്കുന്നത്? പറയടാ. ഇത് അടിയോടി സാറാ, ദേവദാസ് അടിയോടി. അടി തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ അടിയോടടിയായിരിക്കും. ഇല്ല ഇല്ല, നിങ്ങളെ ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം. അതേക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. ചാക്കോ മിസ്ത്രിയുടെ മൂത്ത മോള് ട്രീസിയെ കല്യാണം കഴിച്ച് വിട്ടിട്ടും സ്ത്രീധനമാക്കി കൊടുക്കാത്തതിന്റെ പേരിൽ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുകയായിരുന്നു. അവിടെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ബഹളം വെക്കുന്ന ഒഴിച്ചാ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഈ പറഞ്ഞ ജോണിക്കുട്ടിക്ക് എന്താ ജോലി? ഗായത്രി ഫൈനാൻസിലെ ചിട്ടിപ്പിരിവാരാന്ന് കേട്ടിട്ടുണ്ട്. ആഹാ, ചിട്ടിപ്പിരിവുകാരനാണ്. അപ്പൊ പിന്നെ അവൻ തന്നെയായിരിക്കും കൊന്നത്. ഈയിടെയായിട്ട് ചിട്ടിപ്പിരിവാർക്ക് കൊലപാതകത്തെ വലിയ താല്പര്യമാകട്ടോ. അവന്റെ വീട് എവിടെയാ? പൊൻകുന്നത്താ സാറേ. പോകാം, എല്ലാവരും ഒന്ന് കരുതിരുന്നോ കേട്ടോ. നിങ്ങൾ എന്തിനാ വെറുതെ കിടന്നിങ്ങനെ ബഹളം വെക്കുന്നത്? ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് 50 വർഷം പിന്നെയും കഴിഞ്ഞല്ലോ. ഈ ഉണങ്ങിയ കൊടംപുളി പോലെ ഇരിക്കുന്നത് നിങ്ങളെയാണോ പീഡിപ്പിക്കാൻ വരുന്നത്? അയ്യേ ശവം. പോലീസുകാർക്ക് പ്രായം തരുന്ന നോട്ടല്ലല്ലോ സാറന്മാര്. നിങ്ങളുടെ മകൻ ജോണിക്കുട്ടി ഇവിടെ ഇല്ലേ? ഇല്ല സാറേ. അവൻ എവിടെ ഉണ്ട്? അവൻ എവിടെയെന്ന് എനിക്ക് അറിയില്ല സാറേ. അവൻ എവിടെയും കണ്ട എന്നെ കൂടി ഒന്ന് അറിയിക്കണേ സാറേ. എനിക്ക് ഒന്ന് പോയി കാണാനാ. അവന്റെ ഭാര്യയും വീട്ടുകാരെയും കൊന്നത് നിങ്ങളും മോനും കൂടല്ലേ? വെറുതെ മഹാപാപം പറയല്ലേ സാറേ. എന്തേലും ദേഷ്യണ്ടി അവൻ എന്റെ അടുത്ത് തീർക്കെങ്കിലും അത്ര പോലും നാട്ടുകാരെ അടുത്ത് ഒരു ഉറുമ്പിനെ പോലും അവൻ അറിഞ്ഞോണ്ട് കൊല്ലാൻ പറ്റില്ല എന്നെ സാറേ. സാറിനറിയോ? സാറിനോടായതുകൊണ്ട് പറയാ, അവന്റെ ഭാര്യയാക്കി അവൻ കെട്ടിക്കൊണ്ടുവന്ന ഒരു തീ വീട്ടിലുണ്ടായിരുന്നല്ലോ, ട്രീസ. പിഴയായിരുന്നു സാറേ, പിഴ. അവള് മാത്രമല്ല, അവളുടെ അനിയത്തി പെണ്ണും ലോകപ്പിഴയായിരുന്നു. അല്ല, എന്തിനിപ്പോ അവരെ പറയണത്? അവരുടെ തള്ളി ആയ കാലത്ത് മോശമൊന്നല്ലായിരുന്നല്ലോ. ഇതിന്റെയൊക്കെ ഇടയെ കിടന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടേ ആ കിളവൻ എല്ലാത്തിനെയും കൊന്നിട്ട് ചാടി ചത്തതായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ ഞാൻ നോക്കി. അയ്യോ, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ കേൾക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. മോൻ വരുമ്പോ എത്രയും പെട്ടെന്ന് SP ഓഫീസിലേക്ക് വന്നേക്കാൻ പറഞ്ഞത്. മാത്തുക്കുട്ടി, ഒരു സംശയം. നിങ്ങളുടെ മോൻ ഇവിടെ കെട്ടിക്കൊണ്ടത് പെണ്ണില്ലേ? അവള് പിഴയാണെന്ന് പറഞ്ഞ് നിങ്ങളത് ഇത് കണ്ടിട്ടുണ്ടോ? ഒന്ന് വേഗം പറഞ്ഞു. സാറേ, വേല കയ്യിലിരിക്കട്ടെ. രാവിലെ തന്നെ യൂണിഫോം വലിച്ചു കയറ്റി ലാത്തി എടുത്ത് ഉദ്യോഗം പറഞ്ഞ് രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കാതെ ഇതേ പച്ച മരുന്ന് എന്താ വയസ്സായിട്ട് സൂക്കേട് മാറിയില്ലേ? ഇനി ഇവിടെ നിന്ന് എന്റെ സ്വഭാവം മാറും. മാത്തുക്കുട്ടി, ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ രാമേന്ദ്രൻ, അയാൾ ആളെങ്ങനെയാ? ചെറിയൊരു കുട്ടിയാന. 52, 120, 54. താനിത് എന്തായി പറയുന്നത്? 52 പൊക്കം, 120 തൂക്കം.
54 വേസ്റ്റ്. അയാളുടെ ഫിസിക്കിനെ കുറിച്ചല്ല ചോദിച്ചത്, പ്രൊഫഷനെ കുറിച്ചാണ്. നല്ല കൈരാശ്യമുള്ള ഡോക്ടറാ സാറേ. വെട്ടിക്കീറാൻ ഡെഡ് ബോഡീസ് ക്യൂവാ. പക്ഷെ ഒരു കുഴപ്പം, നമ്മളെപ്പോലൊന്നും അല്ല സാറേ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ തണ്ണിയാ. ബാർ അറ്റാച്ചഡ് കാറുള്ള ഏക ഡോക്ടറാ. ലാവിഷ് ലൈഫല്ലേ സാറേ. അയാൾ അത്രയ്ക്ക് സമ്പന്നനാണോ? സർക്കാർ ഡോക്ടർ ആണല്ലോ സാറേ. പോലീസുകാരൊക്കെ നല്ല നടവരവാ. അയാളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ, ചുങ്കത്താനം. എന്താ ഇവിടെ? ഇവിടുത്തെ ആ ഡോക്ടർ മരിച്ചുപോയി. എങ്ങനെ? ഏതോ വണ്ടി ഇടിച്ചെന്നാ കേട്ടത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. മാത്തുക്കുട്ടി, സ്റ്റേഷനിൽ വിളിച്ചൊന്ന് ഇൻഫോം ചെയ്തു തരും. സാർ, അതെ സാറേ, സംശയിക്കാനൊന്നുമില്ല. ആ തള്ള പറഞ്ഞതുപോലെ ആത്മഹത്യ തന്നെ. പേരിനൊരു പെൺതരി വീട്ടിലുണ്ടെങ്കിൽ തന്തമാർക്ക് പിന്നെ ആദ്യമായിരിക്കും. അപ്പൊ പിന്നെ ഉള്ളത് പിഴയും കൂടിയാണെങ്കിലോ അയാൾ ചെയ്തു തന്നെയാണ് ശരി. ഇനിയിപ്പോ ഒന്നും അറിയണ്ടല്ലോ സാറേ. ഒരു കാര്യം, അതെ, നമ്മൾ അന്വേഷണം എന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ആ ഡോക്ടർ ചത്തു. ആകെ ഉണ്ടായിരുന്നൊരു പിടിവള്ളിയായിരുന്നു ഡോക്ടർ. ഇനിയിപ്പോൾ അതും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ അന്വേഷണം തുടരേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രമല്ല, സാറിൻ്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ സാറിന് അന്വേഷിക്കാൻ പറ്റിയ അത്ര ഒരു ഡെപ്ത് ഈ കേസിനില്ല. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്താലോ സാർ? മാത്തുക്കുട്ടി സാർ, തനിക്ക് ഞാൻ പലതവണ വാണിംഗ് തന്നു കഴിഞ്ഞു. തന്റെ ഈ സംസാരം ശരിയല്ലെന്ന്. സാർ. തനിക്ക് ഈ കേസിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോകാം. സാർ. താൻ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വന്നതാ, ഉപദേശിക്കാനല്ല. സാർ, അയ്യോ, സാറിനെ തെറ്റിദ്ധരിച്ചു. കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള ഒരു സാധാ പോലീസ് ഓഫീസറാണ് സാറേ ഞാൻ. രാവിലെ ലാത്തിയും എടുത്ത് ചെക്കിങ്ങിന് എന്ന പേരിൽ നടുറോട്ടിൽ നിന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും തടയണ ചില്ലറയുടെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അന്വേഷണത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല സാർ. എടോ, തന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. തന്നെ പോലെ ഒരെണ്ണം മതി ഡിപ്പാർട്ട്മെന്റിന് മൊത്തം ചീത്തപ്പേരുണ്ടാക്കാൻ. ഏതായാലും താൻ എൻ്റെ കൂടെ വേണോ വേണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. താനിപ്പോ പോ. ആയിക്കോട്ടെ.